എബ്രഹാം ഓസ്ലർ ഇന്ന് തിയേറ്റർ റിലീസ് ചെയ്തു. നമ്മുടെ ജയറാം പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഇമോഷണൽ ക്രൈം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ് എബ്രഹാം ഓസ്ലർ എന്ന് പറഞ്ഞ സിനിമ. മിഥുൻ മാനുവൽ തോമസ് ആണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. തിയേറ്ററിൽ പോയി കണ്ടു. ജയറാമിൻ്റെ ഒരു സിനിമയ്ക്ക് എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും ജനം തിയേറ്ററിൽ കണ്ടിട്ടില്ല. അത്രയും ഉണ്ടായിരുന്നു. തിയേറ്ററിൽ ഏകദേശം ഒരു 505 സീറ്റ് ഉണ്ട്. അതിൽ ഏകദേശം ഒരു 300 സീറ്റോളം ഫുള്ളായിരുന്നു. അപ്പോൾ ഈ സിനിമ കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്നാണ് നോക്കാൻ പോകുന്നത്. സ്പോയിലർ ഉണ്ട് കേട്ടോ, ഞാൻ പറയുന്നതിൽ സ്പോയിലർ ഉണ്ടാവും. പക്ഷേ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊന്നും പറയില്ല. ഞാൻ എന്തായാലും സ്പോയിലർ പറയുന്നതിന് മുമ്പേ തന്നെ സ്പോയിലറാണ് പറയാൻ പോകുന്നതെന്ന് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ സ്പോയിലർ പറയാണ്ടിരിക്കാൻ പറ്റില്ല എനിക്ക്. അതിനെക്കുറിച്ച് പറയാതെ ഈ വീഡിയോ കംപ്ലീറ്റ് ആവില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിനിമയുടെ സ്റ്റോറി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഒരു ത്രില്ലറാണ്. ക്ലീഷയായിട്ട് പോകുന്നൊരു സംഭവം തന്നെയാണ്. ഒരു സീരിയൽ കില്ലിങ്, അതിന് പിന്നെ നമ്മുടെ വിഷാദരോഗിയായ നമ്മുടെ നായകൻ, ഒരു പോലീസ് ഓഫീസറായിരിക്കും നമ്മുടെ നായകൻ വിഷാദരോഗിയായിരിക്കും. അതിനുള്ള വിഷാദരോഗം വരാനുള്ള കാരണങ്ങളൊക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നുണ്ട്. നമ്മുടെ നായകൻ എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്തുകൊണ്ടാണ് നായകൻ അതുപോലെ ആയിപ്പോയെന്നുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനൊരു കേസ് വരികയാണ്, ഒരു ബർത്ത്ഡേ കില്ലർ എന്ന് പറഞ്ഞിട്ടൊരു കേസ് വരികയാണ്. ഓരോരുത്തരായിട്ട് ഇങ്ങനെ പിന്നെ കൊലപാതകങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. ഹോസ്പിറ്റലിൽ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഓരോ കൊലപാതകങ്ങൾ നടക്കുക. അപ്പോൾ അത് എന്താണ് സംഭവം, എന്തുകൊണ്ട് കൊല്ലുന്നു, അതിനുള്ള പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്ന് അന്വേഷിച്ച് പോകുന്ന നായകനാണ്. പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കും അദ്ദേഹം. ഈ ഒരു കേസ് അന്വേഷിക്കുകയാണ്. അങ്ങനെ ഓരോ സംഭവങ്ങൾ കണ്ടുപിടിച്ച് അവസാനം കുറ്റവാളികളിലേക്ക് എത്തുന്നതും കുറ്റവാളി എന്തുകൊണ്ടാണ് ഇത് കില്ലിങ് എന്നുള്ള ഒരു ഫ്ലാഷ് ബാക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സിനിമയുടെ പോകുന്നത്. അതാണ് സംഭവം. പിന്നെ ഒരു ക്ലീഷേ സ്റ്റോറി കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും ആ ഒരു മേക്കിംഗ് ശൈലിയൊക്കെ കിട്ടണമായിരുന്നു. പെർഫോമൻസ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സൂപ്പർ തന്നെയായിരുന്നു. ടെക്നിക്കൽ സൈഡുകളൊക്കെ കിട്ടണമാക്കിയിട്ടുണ്ട്. സ്ലോ പേസിലാണ് സിനിമ പോകുന്നത്. എന്നാലും നമ്മളെ പിടിച്ചിരുത്തുന്ന കുറേ സംഭവങ്ങൾ സിനിമയുണ്ട്. സ്ലോ ആണെങ്കിൽ പോലും നമ്മളെ പിടിച്ചിരുത്തേണ്ടതുള്ളതാണ്. അപ്പോൾ പിന്നെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവരുടെയും പെർഫോമൻസ് കിട്ടുന്നത് തന്നെയായിരുന്നു. ഇതിലെനിക്ക് ജയറാമിൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ഈ ഒരു ക്യാരക്ടറിനെ അദ്ദേഹം പിന്നെ എന്താ പറയുക നമുക്കുള്ളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം ആ ഒരു ക്യാരക്ടറിന് ഞാൻ പറഞ്ഞില്ല, ബോഡി ലാംഗ്വേജ് പോലും അദ്ദേഹം ആ ഒരു ഇതിലേക്ക് എടുത്തിട്ട് നല്ല സീരിയസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കാര്യം. എന്നാലും നല്ല പിന്നെ കൈയടക്കത്തോടു കൂടി തന്നെ ചെയ്തിട്ടുണ്ട് ജയറാം ഈ ഒരു കഥാപാത്രം. പെർഫോമൻസുകളൊക്കെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ നീറ്റായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ടെക്നിക്കൽ വശങ്ങളൊക്കെ സൂപ്പറായിരുന്നു. എല്ലാം കൊണ്ട് സൂപ്പറായിട്ടൊരു സിനിമയാണ്. ക്ലീഷേ സ്റ്റോറി ആണെങ്കിൽ പോലും അത് മേക്ക് ചെയ്ത് പിന്നെ നമ്മളെ പിടിച്ചിരുന്ന രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ക്ലൈമാക്സിൽ അടുത്തൊരു പാർട്ടിന് വേണ്ടിയിട്ട് എന്താ പറയുക, അടുത്ത പാർട്ടിന് വേണ്ടിയിട്ടുള്ളൊരു കണ്ടിന്യൂവേഷൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ എന്നുള്ളതാണ്. ഒരു എബ്രഹാം ഓസ്ലർ 2 വരാൻ ചാൻസ് ഒക്കെ ഉണ്ട്, 2.0 ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ്, എനിക്ക് ഈ സിനിമ നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഒരു 99% എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ആ 1% എന്ന് പറയുന്നത് ചെറിയ ഭാഗങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ചെറിയൊരു ലാഗ് പോലെ എനിക്ക് തോന്നി. അതാണ് ഈ ഒരു സിനിമയുടെ ഒരു സ്ലോ പേസുള്ള സ്റ്റോറിയാണ്. അതുകൊണ്ട് തന്നെയാണ് ചെറിയ പ്രശ്നങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും ഇഷ്ടപ്പെടാനുള്ളൊരു ഫാക്ടർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സർപ്രൈസുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാം. സ്പോയിലറാണ്, അതുകൊണ്ട് ഇനി അങ്ങോട്ട് സിനിമ കണ്ട് തന്നെ ആ സർപ്രൈസ് എന്താണെന്നുള്ള മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് വീഡിയോ കാണാതിരിക്കുക. സർപ്രൈസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലൊരു മനുഷ്യൻ വരുന്നുണ്ട്. അദ്ദേഹം നമ്മൾ ആ സ്ക്രീനിലേക്ക് അങ്ങോട്ട് വന്ന സമയത്ത് തിയേറ്റർ ശരിക്കും പൂരപ്പറമ്പായി തന്നെ പറയാം. ഞാൻ ഈ ഒരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് സത്യം പറയാൻ അത്രയും നേരം നമ്മൾ എന്നുള്ളതിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു ക്യാരക്ടർ അങ്ങോട്ട് വന്ന സമയത്ത് ശരിക്കും പറയാൻ തിയേറ്റർ പൂരപ്പറമ്പായി. നമ്മുടെ മമ്മൂക്ക അതിലുണ്ടെന്നുള്ളത് ഏകദേശം നമുക്ക് ഉറപ്പിക്കായിരുന്നു. പക്ഷേ എങ്ങനെ, ഏത് പ്ലേസ്, എവിടെയാണ് കൊടുക്കുക, ആരായിട്ടാണ് വരിക എന്നുള്ള ആ ഒരു സംഭവമായിരുന്നു ഈ സിനിമയിൽ നമ്മൾ ഒരു പ്രതീക്ഷയോട് കൂടി കാത്തിരുന്ന സംഭവം. ഞാൻ സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ പോകുന്ന ഇൻ്റർവെല്ലൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്താണ് ഞാനിങ്ങനെ എൻ്റെ മനസ്സിലേക്ക് ഉണ്ടായിരുന്നു ഈ ഒരു കഥാപാത്രമായിരിക്കും അദ്ദേഹം. പരീക്ഷണങ്ങൾ തേടി പോകുന്ന ആളാണ്, അപ്പോൾ ഈ ഒരു കഥാപാത്രമായിരിക്കും അദ്ദേഹം എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കൃത്യമായിരുന്നു അതേ ക്യാരക്ടർ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് ആ സ്ക്രീനിൽ കാണിച്ച സമയത്ത് ശരിക്കും തിയേറ്റർ പൂരപ്പറമ്പായിരുന്നു. ശരിക്കും പറയാൻ അതിനുശേഷം ഒന്ന് ഓണായി മാറി, സിനിമ ഓണായി. ഇന്ന് അദ്ദേഹം വന്നു, കാര്യങ്ങളൊക്കെ. എന്തായാലും എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു സിനിമ. തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. എന്തായാലും തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ. ഈ സിനിമ ഫസ്റ്റ് ഷോ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. കമന്റ് ബോക്സിൽ പറയുന്ന സമയത്ത് നിങ്ങളെ സ്പോയിലർ കാര്യങ്ങളൊന്നും കമന്റ് ബോക്സിൽ ഇടാതിരിക്കുക. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. എന്തായാലും അടുത്തൊരു വിജയം, ജയറാമിൻ്റെ കുറേ കാലത്തിന് ശേഷമുള്ളൊരു വിജയം ഈ സിനിമ സമ്മാനിക്കുന്നുള്ള ഏകദേശം 100% ഉറപ്പിക്കാവുന്നതാണ്. തിയേറ്റർ അടുത്ത ദിവസങ്ങളിലൊക്കെ പൂരപ്പറമ്പിനെയായിരിക്കും. ഇനിയും തിയേറ്റർ അക്കൗണ്ടുകൾ കൂടി നല്ലൊരു കളക്ഷൻ നേടി നല്ലൊരു വിജയമായി മാറട്ടെ ഈ ഒരു സിനിമ നമുക്ക് ആശംസിക്കാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.